ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാണ്. ഇന്ന് നമ്മളൊരു ഡ്രാഗൺ തഴികൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം അതിന് നല്ല ഗ്രോത്തുള്ള കഷ്ണങ്ങൾ, അതിൻ്റെ ഒരടി ഒന്നേകാലടിയൊക്കെ നീളമുള്ള കഷ്ണങ്ങളെടുത്ത് നല്ല കായ്ക്കുന്നീമെന്ന് കായ പിടിച്ച് 2 പ്രാവശ്യം ഇപ്പോൾ കായ പിടിച്ചു നല്ലോണം. അപ്പോൾ അതിൻ്റെ തലകൾ വെട്ടിക്കൊടുക്കാനുള്ള തലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്തിട്ടേ കൂടുതൽ ശിഖരങ്ങൾ നിർത്താൻ പാടില്ല. അപ്പോൾ അത് വെട്ടി ഒഴിവാക്കൽ ആവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ തയ്യാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ മറ്റുള്ളൊരു പോസ്റ്റിലേക്കൊക്കെ നല്ല സ്പോട്ട് നോക്കിയിട്ട് നടാൻ പറ്റുമെങ്കിൽ നടാം. അപ്പോൾ ഇത് നല്ല വിഗ് കളറാണ്, നല്ല മധുരമുള്ള മറ്റുള്ള നാച്ചുറലായിട്ടുള്ള വളങ്ങളോ അങ്ങനെയൊന്നും ഉപയോഗിക്കലില്ല. രാസവളമൊന്നും ഇടലില്ല. വെറും കടലപ്പിണ്ണാക്ക്, ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഡ്രാഗനാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ 6 മാസം മുന്നേ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ 10-15 പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനി കുറഞ്ഞ പീസും കൂടി ഉള്ളു. ഒരു 10-13 പീസും കൂടി ഇനി ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പോയി. വേണ്ടേ നല്ല മുകളിലെത്തി, നല്ല ഗ്രോത്തിൽ ഇപ്പോൾ മറിയാനായി തുടങ്ങി. അപ്പോൾ ഈ കാലിൻ്റെ ഏകദേശം ഒരു പോസ്റ്റിൻ്റെ ലെവലായിക്കണം. ഇനി മറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ശിഖരങ്ങൾ കമ്പടം പൊട്ടലിടും. ഒക്കെ കാലുമ കയറി. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് വന്ന് കൊണ്ടുപോകുമ്പോഴേ അവർ നമ്മളെ നട്ട് കൊടുക്കൂട്ടോ. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വന്നേ റമ്മിലാണെങ്കിലും നിലത്താണെങ്കിലും തറയിലാണെങ്കിലും നമ്മൾ തന്നെ അതിൻ്റെ മട്ടത്തിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കും. നല്ല വളമൊക്കെ കൂട്ടി അടുത്തൊക്കെയാണ് അതിൻ്റെ മെയിൻറ്റെയിൻ വർക്കുകളൊക്കെ നമ്മളതിന് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുമായിട്ടൊരു വീഡിയോ ആണ്. ആവശ്യക്കാറ് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ 2 റമ്മിലൊക്കെ അപ്പോൾ കണ്ടാൽ നമ്മളുടെ അവിടെ മുകളിലതാണ് പലവട്ടം കാണിച്ചതാണ്. മുകളിലുണ്ട്, പല ഭാഗത്തുണ്ട് നട്ടുവെച്ചിട്ട്. അതൊക്കെ ഇപ്പോൾ നല്ലോണം കായ പിടിക്കുന്നതാണ്. ഇപ്പോഴും കായുണ്ട്. അപ്പോൾ ഇത് കണ്ടേ, ഇതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ആ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തേക്കണ്ടേ കേട്ടോ. എൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തേക്കണ്ടേ ഇവിടുന്നാണ്. ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള പ്ലാന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലൊക്കെ കായ്ച്ചിരുന്നു. ഇതൊക്കെ വെട്ടിയെടുത്ത് പോകുന്നതാണ്. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കായ അറക്കാനുള്ളത്. ഇത് വൈത്ത് തുടങ്ങി. 2-3 ദിവസം കൊണ്ട് നമുക്ക് അറക്കാം. ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്തൊക്കെ തൂക്കം വരും ഇത്. അപ്പോൾ അവരെണ്ണ അവിടെ ഉണ്ട്. 4 പ്രാവശ്യം കഴിച്ചു. 4 പ്രാവശ്യം ഇപ്പോൾ നമ്മൾ വെട്ടിയെടുത്തു. അങ്ങനെ അവിടെ കണ്ട് ചെറുതാൾ ഇതുപോലൊക്കെ പച്ചകൾ അവിടെ കണ്ട് ആയി വരുന്നുള്ളൂ. ഇതുപോലൊക്കെ തെതിഞ്ഞ് നല്ല ഇതിലേറെ റോസ് കളറായിട്ട് മാറും. അപ്പോൾ ആവണുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി വന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളെ ടെറസിൻ്റെ മുകളിലാണ്. ടെറസിൻ്റെ മുകളിൽ ചെയ്തതാണ്. ഇതുപോലെ പൈപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ചണ്ടിയൊക്കെ ഇട്ടിട്ട് ഇതിൽ മണ്ണൊന്നുമില്ല. ഫുള്ള് കമ്പോസ്റ്റ് ചണ്ടിയിലാണ് ഇട്ടിട്ടുള്ളത്. മണ്ണിട്ടേക്കണമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതുപോലെ ചണ്ടി ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇതിങ്ങനെ ഒരു പരിസം വരുമ്പോൾ ഇങ്ങനെ ചണ്ടിയുടെ കീപ്പിട്ട് പോകും. അപ്പോൾ വേരോട്ടം നല്ലോണം ഉണ്ടാവും. വെള്ളത്തിൻ്റെ ജലാംശം പെട്ടെന്ന് നല്ലോണം നിൽക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ കാല് കൊടുക്കാണ്ട് നമുക്ക് ഇതൊക്കെ കായ്ച്ചാനാണ്. ഇതിലൊക്കെ കായ വന്നതാണ്. ഇതാടെ ഇതൊക്കെ കായ വെട്ടിയെടുത്താണ്. ഒരു കായ 2 കായ ഇതിമുണ്ടായിരുന്നു. ഇവിടെ 1-2 കായ ഉണ്ടായിരുന്നു. 2-3 കായ ഇതിമെന്ന് അറുത്തക്കണേ. ഇതിൽ അവിടെ ആ ഭാഗത്തു നിന്നൊക്കെ അറുത്തെടുത്താണ്. ഇതിമെന്നൊക്കെ അറുത്തെടുത്താണ്, വിട്ടെടുക്കുന്നതാണ്. നമ്മൾ വളത്തിൻ്റെ പ്രയോഗം കാണിച്ചു തരട്ടാ. കോഴിക്കാഷ്ടം, പച്ച കോഴിക്കാഷ്ടം ഉണ്ടാകും, കടലപ്പിണ്ണാക്ക്, ആട്ടും കാഷ്ടം, പച്ചവളം, ഇതെല്ലാം പാടെ മിശ്രിതം തയ്യാറാക്കി കലക്കി വെച്ചത്. അതിൽ നിന്ന് ഇനി എടുത്തിട്ട് ഒരു കപ്പ് എടുക്കുക, 1-2 കപ്പ് എടുക്കുക, ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കിയാണ്. 2 പ്രാവശ്യം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു, അതിൻ്റെ ബാക്കിയാണ്, ബാലൻസ് ഉള്ളതാണ്. അത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വളപ്രയോഗം ഇങ്ങനെയാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള, അല്ലാതെ രാസവളം ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കൃത്രിമ മരുന്നുകൾ അടിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മരുന്ന് വേപ്പെണ്ണൊക്കെ അടിച്ചു കൊടുക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ കേടുതൊന്നും ഫംഗസ് കേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലൊക്കെ തൈകളാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കുറേ തൈകൾ ഉണ്ടാക്കിയിട്ടിരുന്നു. അതിനിപ്പോൾ രണ്ടാമത്
വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഈ ഇത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഉണ്ട് ഇങ്ങനെ ഈ മുട്ടിലായിട്ട് വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. ഇതുപോലൊക്കെ പുതിയ ശിഖരങ്ങൾ വരുന്നത്. അപ്പോൾ എന്നാലേ ഈ ഭാഗങ്ങളിലൊക്കെ കായ വരുള്ളൂ. ഇതിനൊക്കെ ഇപ്പോൾ കുറേ അറുത്ത് പോയതാണ്. ഇനി അറുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യമായിട്ട് വീണ്ടും കായ്ക്കൽ തുടങ്ങും. ഇതൊക്കെ കായ്ച്ച് അറുത്ത് പോയ പീസുകളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കായ്ച്ചിരുന്നു. കായ്ച്ചതൊക്കെ ഇപ്പോൾ നമ്മൾ വെട്ടിപ്പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുതിയ തൈകൾ ഉണ്ടാക്കുകയാണ്. ആ തെയ്യും അതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ആളുകൾ വീഡിയോ കാണുന്നവർ കിസ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഈ 2 കാലിൽ ഇത് വളരെ ചിലവ് കുറഞ്ഞ പരിപാടിയാണ്. പിന്നെ വെള്ളം നനയ്ക്കണം എന്നുള്ള യാതൊരു ഇതും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 4-ാം ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ മതി. ജലാംശം വളരെ കുറവുള്ളൊരു സാധനമാണ്. അതിന് നല്ല വെള്ളത്തണ്ടിൻ്റെ മാതിരിയുള്ളൊരു ഇനം സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ നനയ്ക്കൽ വളരെ കുറവാണ്. കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കൊക്കെ അടിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് തെയ്യ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മളതിനെ വന്നിട്ട് അതിൻ്റെ ഏകദേശം അളവ് നോക്കി എൻ്റെ മട്ടത്തിൽ അത് നട്ട് പിടിപ്പിച്ച് തരും. ഇത് നമ്മൾ കരിച്ചില്ല് കമ്പോസ്റ്റാണ് കേട്ടോ. കരിച്ചില്ലിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാണ്. ചമ്മൽ കൊണ്ടുപോയി തെങ്ങിൻ്റെ ചൂട്ട് കൂട്ടി ഇതുപോലെ കരിച്ചില്ലായതാണ്. അപ്പോൾ ഇതിലോട്ടാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. ഇതിലാണ്ട് വെച്ചിട്ട് പിന്നെ വേര് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കീശയിലോട്ടോ മണ്ണിലോട്ടോ ഏതെങ്കിലുമൊക്കെ നല്ല റമ്മിലോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഒരു മണ്ണൊന്നും വേണ്ട, മണ്ണിൻ്റെ ആവശ്യമില്ല. ഈ ഈർപ്പം തന്നെ മതി, ചെറിയൊരു ഈർപ്പം മതി. ആ ഈർപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരേക്കുള്ള റെസ്റ്റ് നമുക്ക് എടുക്കുക. പിന്നെ കീശയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ മാറ്റാം. ഇങ്ങനെ കുത്തനെ വെക്കുക. അതേപോലെ ഇങ്ങനെ ഈ കോലത്തിൽ വെച്ചാലേ, ഇപ്പോൾ ഷാപ്പ് അടിച്ച് വെച്ചതാണ് കേട്ടോ. ഷാപ്പ് അടിച്ചിട്ട് വെച്ചതാണ്. ഷാപ്പ് എന്ന മരുന്നടിച്ച് വെച്ചതാണ്. മരുന്നടിച്ചാൽ കഴിഞ്ഞാൽ വല്ല ഫംഗസ് കേടൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. ചെരിച്ച് നടുന്ന മാതിരി തന്നെ വെച്ച് കൊടുത്താൽ കുറഞ്ഞ ദിവസം കൊണ്ട് വേര് വരും. ഒരു മാസമൊക്കെ ആകുമ്പോൾ അതിന് വേര് വരും. അപ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് നട്ടു കൊടുക്കാം. ഇതിങ്ങനെ കാണും. ഇപ്പോൾ റെക്കോർഡാക്കും. അതിൽ റെക്കോർഡാക്കിയാണ്ട് ഇങ്ങനെ പോയി കാണിക്കാൻ തന്നെ ആളുകൾ കണ്ടിട്ട് അവർക്കൊക്കെ പെരിയിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. വെറുതെ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടാവും. പക്ഷെ ആരും ചെയ്യൂല. അപ്പോൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പം അതിനെ കണ്ടിട്ടേ ചെയ്തോട്ടാണ്. മുള്ളുണ്ട് കേട്ടോ. നമ്മളെ പരിപാടി അവസാനിച്ച് പെട്ടി ഫുള്ളായി. ഈ 2 കഷ്ണമാണ് ഇപ്പോൾ നമ്മളൊരു കീസിയിൽ നറക്കൽ കേട്ടോ. നടൽ ഒരു കാലിലേക്ക് 4 പീസ് വേണം. അപ്പോൾ അതുപോലെ ഈ 2 പീസ് വെച്ച് നറക്കും. ഈ 2 കീസാണ്ട് വെച്ച് കൊടുത്താൽ മതി. 2 ഭാഗത്തേക്കും 4 ഭാഗത്തേക്കായിട്ട് നട്ടു കൊടുക്കുക. എന്നിട്ട് നല്ല കാലൊക്കെ കൊടുത്തൊരു 1.5 മീറ്റർ ഹൈറ്റുള്ള കാലിൽ നട്ട് വെക്കുക. അപ്പോൾ തെയ്യായിടും. 6 മാസം കൊണ്ട് കായ്ച്ച് നമുക്ക് കായറക്കൽ തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കൊക്കെ അടിക്കുക. മുഹമ്മദ് സ്വാഗതമാണ്. എല്ലാവർക്കും നല്ലതായിട്ട്.